സാർ ഏ- കേൾക്കുന്നില്ലേ? കേൾക്കാൻ കഴിയുന്നുണ്ടോ സാർ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ സാർ. മാജിക് ഡേ 2057 ഇന്നത്തെ സൂം മീറ്റിലേക്ക് ബി മാജിക് ഫൗണ്ടേഴ്സ്, ലീഡേഴ്സ്, മെമ്പേഴ്സ് എല്ലാവർക്കും സ്വാഗതം. 7 ലൈസ് അബൌട്ട് ലൈഫ് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുവാൻ ഓസ്റ്റിൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. എനിക്ക് തോന്നുന്നു ആഹ്, പഴയ ആളുകൾ മാറിയതിന്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഓക്കെ. ടെക്നിക്കലി പഠിച്ചു വരാനായിട്ട് സമയം എടുക്കുമായിരിക്കും. എനിവേ, ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. അതിനകത്ത് ബ്രെയിനിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു 7 ലൈസിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ള ലൈസ് ആണ്. പക്ഷെ ആ ലൈസ് നുണകളാണ്, ആ സത്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ശ്രമമാണ്. ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഈ അടുത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കിന്റെ പേരാണ് ലിമിറ്റ്ലെസ് എന്നുള്ള ബുക്ക്. ആ ബുക്ക് എഴുതിയിരിക്കുന്നത് ജിം ക്യുക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അമേരിക്കക്കാരാണ് ബേസിക്കലി. എനിക്ക് തോന്നുന്നു പുള്ളി അമേരിക്കയിൽ നിന്നല്ല, വേറെ എവിടെ നിന്നുമാണ്. പക്ഷെ അമേരിക്കയിലാണ് അവരുടെ പാരന്റ്സ് ഒക്കെ ജനിച്ചതും, അല്ല പാരന്റ്സും ഉണ്ടായിരുന്നതും അവിടെയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഈ ജിം ക്യുക്ക് എന്ന് പറയുന്നത് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അവരുടെ വീടിന്റെ സ്കൂളിന്റെ അടുത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പം ആ തീപിടുത്തം കാണാൻ വേണ്ടിയിട്ട് പുള്ളി അത് ഫയർഫോഴ്സ് ഒക്കെ ഇങ്ങനെ നനച്ച് നിർത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു മോളിൽ കയറി നിന്നു. ലൈക്ക് ഒരു സ്റ്റെപ്പ് മോളിൽ കയറി നിന്നിട്ട് ഇത് കാണുന്നു. അപ്പൊ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ സീൻ. ഇങ്ങനെ വരുന്നു തീപിടുത്തമൊക്കെ, ഇങ്ങനെ ഇവരുടെ സ്കൂളിൽ നിന്നിട്ട് ഇവരിത് കാണുന്നത്. പെട്ടെന്ന് വേറെ കുട്ടി അവന് കാണാൻ വേണ്ടിയിട്ട് ഇവനെ പിടിച്ച് വലിച്ചു. ഈ ടേബിൾ പിടിച്ച് വലിച്ചു വഴി ആള് വീണെന്ന് മാത്രമല്ല, ഈ തല ചെന്ന് ഒരു വളരെ ചൂടായിട്ടുള്ള ഒരു കെറ്റിൽ അവിടെ ഉണ്ടായിരുന്നു. ആ ചൂട്ടില് ഭയങ്കര ചൂടുള്ള ഒരു ബേർണർ പോലത്തെ ഒരു സാധനമായിരുന്നു. അതിൽ ചെന്ന് തലയിടിച്ച് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടേഴ്സ് ഇദ്ദേഹം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതിന്റെ നല്ലൊരു ശതമാനം ബ്രെയിനിന്റെ ഒരു പോർഷൻസിലും ഡാമേജ് ആയി. അത് മാത്രമല്ല, വലിയ ഹിറ്റായിരുന്നു. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആള് റിക്കവർ ഒക്കെ ആയിട്ട് വന്നു. പക്ഷെ അദ്ദേഹം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന് പഴയ പോലെ പഠിക്കാനോ കാര്യങ്ങൾ ഓർത്തിരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ആകെയുള്ള പ്രശ്നം ചില ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കാര്യം വായിക്കാൻ പറ്റൂല. വായിക്കുന്ന ലെറ്റേഴ്സ് തന്നെ തിരിഞ്ഞു വരും. ചില കുട്ടികൾക്ക് ഉണ്ടല്ലോ, ഈ എ ഒക്കെ വേറെ ഏതൊക്കെ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ട് അവർ വായിക്കുക. അപ്പം ഇങ്ങനെ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ക്ലാസ്സിൽ ലേണിങ്ങിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു, ഓ, നിനക്കൊന്നും കാര്യമില്ല, യു ഹാവ് എ ബ്രോക്കൺ ബ്രെയിൻ. കാരണം ടീച്ചർക്കും അറിയാം ആ സ്കൂളിൽ വെച്ചിട്ട് അവന് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിനക്ക് ബ്രോക്കൺ ബ്രെയിൻ ആണ്, നിന്റെ ബ്രെയിൻ ബ്രോക്കൺ ആണ്, അതുകൊണ്ട് നിനക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ, ഡോണ്ട് വെറി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ അതൊരു ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക് പുള്ളി വീടുമായിരുന്നു. അയ്യോ, എന്റെ ബ്രോക്കൺ പെയിൻ ആണ്, എനിക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്തോറും ഇദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നന്നാവണം, രക്ഷപ്പെടണം, ഇതിൽ നിന്ന് മാറണം, കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിലേക്കുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ കടന്നുപോയി, സ്കൂളിൽ കടന്നുപോയി, ഡിഗ്രി ഒക്കെ ആയ സമയത്തും ഇദ്ദേഹം ഇതേ പ്രശ്നം ഫേസ് ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഓർത്തിരിക്കാൻ പറ്റില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മെന്ററിനെ കണ്ടെത്തുന്നത്. മെന്റർ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ബ്രെയിൻ അല്ല പ്രശ്നം. പ്രശ്നം എന്ന് വെച്ചാല് നീ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിനക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അതായത് ഒരു കാര്യം നിനക്ക് ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ലേൺ ചെയ്യാനുള്ള ഒരു സംഭവം എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് അറിയാത്തതാണ് നിന്റെ പ്രശ്നം. സോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. പിന്നെയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യത്തെ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും എന്നുള്ള രീതിയിലുള്ള ഒരു പഠനം നടത്തുകയും പിന്നീട് ഇദ്ദേഹം എന്താ പറയാ, ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സക്സസ് ആയെന്ന് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവനുള്ള ആളുകൾക്ക് ഇദ്ദേഹം ഈ ബ്രെയിൻ ടെക്നിക്സും എങ്ങനെ നന്നായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം
പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു അത്ഭുതം എന്ന് പറയുന്നത്. കാര്യം ഞാൻ ഇദ്ദേഹത്തിന്റെ ബുക്ക് വായിക്കുന്ന സമയത്ത് പല ഇൻസിഡൻസും ഇദ്ദേഹം പറയുന്നത് ഹോളിവുഡിലെ തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റാർ ഉള്ള വിൽ സ്മിത്ത് പോലെയുള്ള ആളുകളുടെയൊക്കെ പല പ്രോഗ്രാമിനും അവരെങ്ങനെയാണ് ഈ ഡയലോഗ്സ് റിമെമ്പർ ചെയ്യാനും അതുപോലെ തന്നെ പല, അതായത് അവരൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ടോപ്പ് പെർഫോമേഴ്സ് ഒക്കെ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ ക്ലാസ്സുകളിലൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും പല വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടേക്കാണ്. പലപ്പോഴും ഇതിൽ ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ അറിയാൻ പറ്റും, ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ ഇവനൊന്നും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇവന് ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഇവൻ പഠിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് പല ആളുകളുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെയും മാതാപിതാക്കളുടെ ഒക്കെ മനസ്സിൽ എന്താന്ന് വെച്ചാല്, ഓ ഇതിനൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ എന്താണ്, ആർ യു ഗുഡ് ലേണർ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും, അല്ലെങ്കിൽ പേരുകളൊക്കെ ഭയങ്കരമായിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് കപ്പാസിറ്റിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും എന്താണ്, വാട്ട് അബൌട്ട് യുവർ ബ്രെയിൻ, ലൈക്ക് നിങ്ങൾ എന്താ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്? ആരെങ്കിലും ഒക്കെ പറയും. പേരുകൾ ഓർത്തിരിക്കാൻ പറ്റില്ല. എന്ത് ഓർത്തിരിക്കാൻ പറ്റില്ലെന്ന് വേണം? പേര് പെട്ടെന്ന് മറന്നു പോകും. പേര് പെട്ടെന്ന് മറന്നു. പിന്നെ വേറെ ബാക്കിയുള്ളവർ നിങ്ങളുടെ ബ്രെയിനെ പറ്റിയുള്ള ഒരു എന്തൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞേ? പലതും ആവറേജ് ഇപ്പൊ ആയിട്ട് ഇത് ബലമാണ് എന്താ പറഞ്ഞത്? ഓർമ്മയിലില്ല. പലതും ഇപ്പൊ ഓർമ്മയിലില്ല സർ. പലതും ഓർമ്മയിലില്ല, പഠിച്ചെല്ലാം മറന്നുപോയി. പിന്നെ വീക്കാണ് പൊതുവെ വീക്കാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രെയിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകള്? പെട്ടെന്ന് മറന്നു പോകും എന്നുള്ള ചിന്ത. ആരതി എന്താ പറഞ്ഞേ? കേട്ടില്ല. ഞാൻ ഇപ്പൊ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞ് പിന്നെ റിവേഴ്സ് ചെയ്യിക്കുമ്പോ ഇത് മറന്നു പോകുന്നു. ഓക്കെ, വെരി ഗുഡ്. ഷൈനി എന്താ പറഞ്ഞേ? മറന്നു പോകുന്നുള്ള ചിന്തയാണ് കൂടുതലും മറന്നു പോകുക എന്നുള്ളൊരു ചിന്തയാണ്. യെസ് യെസ്, കുറെ പേര് കൂടി പറയണ്ട. എനിവേ ദാറ്റ്സ് ഫൈൻ. അതായത് നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത്ര പഠിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മുടെ പലരുടെയും ചിന്ത. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നു. ഇതിന്റെയൊക്കെ ഏറ്റവും ഒരു കുറേ അങ്ങനെ നുണകളാൽ നമ്മൾ സമ്പന്നമാണ്. കാര്യം ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കണം. ഏറ്റവും വലിയ നുണ എന്താണെന്ന് വെച്ചാല്, ഓ ഇന്ന കാരണന്മാരുടെ മക്കളല്ലേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്റെ അപ്പൻ ഒരു കൃഷിക്കാരനായിരുന്നു, അല്ലെങ്കിൽ എന്റെ അപ്പൻ പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ എനിക്ക് അവിടെ നിന്ന് എത്ര പേർക്ക് ബുദ്ധി കിട്ടുക, ഞാൻ വലിയ ആളാവോ, ഇതൊക്കെ ജനറ്റിക് ആണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ, കുറേ നുണകള് നമ്മുടെ ബ്രെയിനിനെ പറ്റിയും ലേണിങ്ങിനെ പറ്റിയുണ്ട്. അപ്പൊ ആ നുണകളാണ് അതിൽ സത്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ നുണ എന്ന് പറയുന്നത് എന്ന് വെച്ചാല്, ഇന്റലിജൻസ് ഈസ് ഫിക്സ്ഡ്. എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് പറയുന്ന സംഭവം ഫിക്സ്ഡ് ആണ്, ഇതിനി മാറ്റാൻ പറ്റൂല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യത്തെ നുണ എന്ന് പറയുന്നത്. എന്താണ് ഇന്റലിജൻസ് ഈസ് ഫിക്സ്ഡ്? അതായത് എനിക്കിപ്പോ ഒരു ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ബുദ്ധി ഉണ്ട്, ഇത് എനിക്ക് കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ എന്തായാലും പറ്റും നമുക്കറിയാം, എന്തായാലും ഇത് കൂട്ടാൻ പറ്റൂല. ഇപ്പം നേരത്തെ വിനിത മാഡം പറഞ്ഞ പോലെ എനിക്ക് പേരുകൾ ഓർത്തിരിക്കാൻ പറ്റില്ല. ഇനി ഞാനിപ്പോ എത്ര 40+ ആയി, ഇനി പേര് ഓർത്തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പകുതി ഓർക്കണില്ല, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ എന്റെ ബ്രെയിൻ ഡാമേജ് ആയി, ഇനി എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ആരതി പറഞ്ഞ പോലെ പഠിച്ചു, ഇനിയിപ്പോ എക്സാം എഴുതി, അത് കഴിഞ്ഞ പിന്നെ അതൊക്കെ മറന്നുപോയി. ഇതൊക്കെ എന്താ പറയാ, നമ്മളെ ഒരു തെറ്റായ ധാരണയാണ്. ഇപ്പം ആരതി പറഞ്ഞ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ചെറുപ്പത്തില് ചിലപ്പോ കുഞ്ഞായിരിക്കുമ്പോ, ചിലപ്പോ 4 വയസ്സുള്ളപ്പോഴോ അല്ലെങ്കിൽ 5 വയസ്സുള്ളപ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കും നിങ്ങൾക്കുണ്ടായ ഒരു മധുരതരമായ അനുഭവവും ഒരു മോശം അനുഭവവും ഇപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ? ഓർക്കുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോ നിങ്ങൾക്ക് ടീച്ചർ ആദ്യമായിട്ട് അടി കിട്ടിയതും, അല്ലെങ്കിൽ മാങ്ങയില് കല്ലെറിഞ്ഞപ്പോ എന്താ പറയാ അടുത്ത വീട്ടിലെ പട്ടി ഓടിച്ചതും, അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പുളി കൂട്ടി ഭക്ഷണം കഴിച്ചതും, ഇതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ മിക്കവാറും എല്ലാവരും ഓർക്കും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ എന്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെ ഒരു പാടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നഴ്സറിയിലോ 1-ോ 2-ലോ പഠിക്കുമ്പോ എന്റെ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ
കുറുമ്പനായ പയ്യൻ ഒരു കല്ലെടുത്തിട്ട് ചുമ്മാ വെക്കുന്നത് എൻ്റെ അടുത്ത്. ഇവിടെ കൊണ്ട് കണ്ണുമ്മ കൊണ്ട് കണ്ണു പോയത് എന്റെ ഭാഗ്യമാണ്. ഇപ്പോഴും എനിക്ക് ആ കറക്റ്റ് ഇൻസിഡന്റ് ഓർമ്മയുണ്ട്, ആ സ്ഥലവും ആ കാര്യങ്ങളെ. പക്ഷെ നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പല ഇൻസിഡൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, ദിസ് ഈസ് സംതിങ് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. പെട്ടെന്ന് ഈ പേര് എന്റെ പറഞ്ഞപ്പോൾ വളരെ രസകരമായ ഒരു തമാശ എടുത്ത് ഞാൻ കണ്ടത് വളരെ രസമുണ്ട്. ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് വിളിച്ചിട്ട്, എടാ മുത്തേ, നിന്റെ ആ ഫുഡ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടോ, ചക്കര നീ അതെടുത്ത് കഴിച്ചോളണം കേട്ടോ, എന്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പഞ്ചാരയിൽ ഇങ്ങനെ വായിക്കാണ്. അപ്പൊ രോഗി നിൽക്കുമ്പോഴാണ് ഈ ഡോക്ടർ ഭാര്യ വിളിക്കുന്നത്. പിന്നെ മുത്തേ, ആ ഫ്രിഡ്ജിന്റെ അടിയിലുള്ളതൊന്നും എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ രോഗി പറഞ്ഞു, സാറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 74 വയസ്സ്. അയ്യോ സാർ, ഇപ്പോഴും ഭാര്യനെ എങ്ങനെ മുത്തേ, ചക്കരെ, പൊന്നെ എന്നൊക്കെയാണ് വിളിക്കണേ? ഓ, അത്ഭുതം തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തോടി സാറ് പറഞ്ഞു, എടാ ഒരു അബദ്ധം പറ്റി. 6 മാസം മുമ്പ് ഞാൻ എന്റെ ഭാര്യയുടെ പേര് മറന്നുപോയി. ഇനി അവളോട് ചോദിക്കാൻ പറ്റുമോ ഭാര്യ നിന്റെ പേരെന്താണെന്ന്? അതുകൊണ്ട് ഞാൻ ഈ മുത്തേ ചക്കരയൊക്കെ വിളിച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. അപ്പൊ ഇതുപോലെ പല ആൾക്കാരുണ്ട്. ഞാനും പല സമയത്തൊക്കെ നമുക്കും തോന്നാറുണ്ട്, നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെന്നിട്ട് വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോൾ ക്യുക്കായിട്ട് പേരങ്ങ് മറന്നു. അപ്പൊ നമ്മളിത് ബ്രെയിനെ പ്രോപ്പർ ട്രെയിൻ ചെയ്യണ്ടേ. ഇന്നലെ തന്നെ എനിക്കൊരു വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആ വെൽക്കം സ്പീച്ചില് നമ്മൾ 3 പേരെ പേര് എഴുതി. ആ സമയത്താണ് കുറെ പേര് സ്റ്റേജിൽ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരാളെ തുടങ്ങുമ്പോൾ ദൈവമേ ഇയാളുടെ പേരെന്താണാവും. സോ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വരും. പിന്നെ ഞാൻ ഐ മാനേജ് ഇറ്റ്, ലൈക്ക് എനിക്ക് പിന്നെ അപ്പൊ തന്നെ ഓർമ്മ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ വരും. പക്ഷെ ഇതിന്റെ ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാല്, വി ഡോണ്ട് നോ ഹൗ ടു റിമെമ്പർ തിങ്സ്, വി ഡോണ്ട് നോ ഹൗ ടു തിങ്സ്. അപ്പം ഒന്നാമത്തെ ഒരു നുണ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലിജൻസ് ഫിക്സ്ഡ് ആണ്, അത് മാറ്റാൻ പറ്റൂല എന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഇതിനകത്ത് രണ്ട് മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന മൈൻഡ് സെറ്റുകൾ പറയും. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും. ആർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും എന്താണെന്നുള്ളത്? ആരെങ്കിലും ഒന്ന് പറയാവോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഫിക്സഡ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും? ആരെങ്കിലും പറ, അറിയില്ല എന്നെങ്കിലും പറ. അറിയില്ല സർ. ഓക്കെ, വിനീത് മാം പറഞ്ഞോളൂ. ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മളുണ്ടെങ്കിലും എപ്പോഴും കംപ്ലൈന്റ് ചെയ്തോണ്ടേയിരിക്കും. ഓക്കെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കും. പിന്നെ വിനീത മാഡം ഒന്ന് പറഞ്ഞു. ദിവ്യ ലിമിറ്റിംഗ് ബിലീഫ് ആയിരിക്കും. ഓക്കെ, വിനീത? ഫിക്സഡ് മൈൻഡ് സെറ്റ് മാറ്റൂല, അവരാ പറയുന്ന കാര്യങ്ങളിൽ നിൽക്കും. പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പൊ സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം ഇപ്പൊ എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്ത് അതിലേക്ക് ചേഞ്ച് കൊണ്ടുവരുന്നതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. വെരി ഗുഡ്, താങ്ക് യു. വേറെ ആരെങ്കിലും പറയാനുണ്ടോ? എന്താണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്, എന്താണ് ഗ്രോത്ത്? എന്ത് സാറേ? ബഷീർ സാറേ പറയൂ. ഞാൻ മാത്രം ശരി എന്നുള്ള മൈൻഡ് സെറ്റ്. ഞാൻ മാത്രം ശരി എന്നുള്ള മൈൻഡ് സെറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആകുമ്പോൾ ഞാൻ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരുന്നു. സോറി. ഓക്കെ സാറേ, കറക്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. പലപ്പോഴും ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെയും ഗ്രോത്ത് മൈൻഡ് സെറ്റും കമ്മിങ് ടു ലേണിംഗ് എങ്ങനെ വരുമെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഐ എം നോട്ട് ഗുഡ് അറ്റ് ദിസ്. ഇപ്പൊ നമ്മൾ നേരത്തെ വിനിത മാമിന്റെയോ അല്ലെങ്കിൽ ബാക്കി എല്ലാവരുടെയും ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ അയ്യോ ഞാൻ പേരുകൾ ഓർത്തിരിക്കുന്നതിൽ ഞാൻ എന്താ പറയാ, ഞാൻ ഗുഡ് അല്ല എന്നുള്ളൊരു, അതാണൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ്. അപ്പൊ ആ ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം എന്താണ്? ദർ ഇസ് നോ ചാൻസ് ഫോർ എന്താ പറയാ ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ ഞാൻ പേരുകൾ ഓർത്തിരിക്കുന്നതിൽ ഞാൻ ഗുഡ് അല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദർ ഇസ് നോ ചാൻസ് ഫോർ ഓപ്പർച്യൂണിറ്റി. ഇന്ന് ക്ലാസ്സിലെ ഫസ്റ്റ് പോയിന്റിൽ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഓൺലി. നമ്മൾ എനിക്കിത് പറ്റൂല എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്രൂവ്മെന്റ് തന്നെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒഴിവായി പോകാറാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മളപ്പോ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ചലഞ്ചസ് ഒന്നും എടുക്കൂല. ഇപ്പൊ ഞാൻ പലപ്പോഴും ഈ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകിച്ച് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചെറുപ്പത്തിലെ ഈ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ
ഭയങ്കര ഒച്ചയിലൊക്കെ പാടിയ സമയത്ത് ആ ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ട് ഓസ്റ്റിനെ നീ ഒന്നും മിണ്ടാതിരിക്കൂ, ഈ ബാക്കിയുള്ളവരുടെ പാട്ടും കൂടി നീ തെറ്റിക്കല്ലേ എന്ന് പറഞ്ഞ സമയത്ത് അന്ന് എനിക്കിവിടെ ഒരു ഹേർട്ട് ഉണ്ട്, ഒരു ഫീൽ ഉണ്ട്. ലൈക്ക് പിന്നെ ഞാൻ പാടിയിട്ടേ ഇല്ല. നമ്മൾ പാടാനുള്ള അവസരങ്ങളൊക്കെ ഒഴിവാക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ക്ലാസ്സുകളിലേക്കും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ പതുക്കെ പാടാനുള്ള ശ്രമം നടത്തുകയും പലതും നന്നാവുകയും നമ്മൾ അതിനു വേണ്ടി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ കവിതകളൊക്കെയാണ് പാടി തുടങ്ങിയിരുന്നത്. ഇതിപ്പോ ഞാൻ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ തോട്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ത് പഠിക്കണമെങ്കിലും വലിയൊരു സാഹചര്യമുണ്ട്. അത് വിനിത മാഡം ഒക്കെ അതിനകത്ത് തോട്ട്സിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് അവര് മെഹഫിൽ എന്ന് പറഞ്ഞ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പാട്ട് പഠിപ്പിക്കും. ഇപ്പൊ സെപ്പറേറ്റ് ഒരു ആദിത്താളം എന്നോ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ പോയി ജോയിൻ ചെയ്തു. ഞാൻ ഈ പാട്ട് പഠിക്കാൻ പോകണം, എല്ലാ ബുധനാഴ്ചയും ക്ലാസ്സിൽ നിന്നാ പറഞ്ഞത്. എന്തൊരു സാരിഗാമ തുടങ്ങി ഞാൻ പഠിക്കാൻ പോവാം. അപ്പൊ പാടണം എന്നുള്ളൊരു ആഗ്രഹം മതിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അവിടെ പഠിക്കും, പാട്ട് പാടുകയും ചെയ്യും. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ പാടും. പക്ഷെ എന്ന് വെച്ചാലും ഐ എം നോട്ട് പെർഫെക്റ്റ് ആയിട്ട്, ലൈക്ക് എന്റെ ബ്രെത്ത് ഒന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഫിലോമിന ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അയ്യോ ഐ ആം 44 നൗ, ഇനി എന്ത് പാട്ട് പഠിക്കാന് എന്നുള്ള ചിന്തയിൽ നിന്ന് യെറ്റ് ഞാനിപ്പോഴും ഇതുവരെ ഞാൻ അതിനകത്ത് എക്സൽ ചെയ്തില്ല എന്നുള്ളൂ. ബട്ട് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി, ഐ വിൽ ട്രൈ മൈസെൽഫ്. അത് ഒന്നാമത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഒരു ചലഞ്ച് ഏറ്റെടുക്കില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് വന്ന് നോക്കി ഒരു വെൽക്കം സ്പീച്ച് പറയും. ഇവിടെ നിന്ന് ആരതി ഞാൻ എന്നെ അറിയൂ, ഞാൻ പരിചയപ്പെട്ടോന്ന് എനിക്കറിയാം. പക്ഷെ ഷീ ഇൻട്രൊഡ്യൂസ് ദ തിങ്സ് ഗുഡ് തിങ്. ലൈക്ക് ഇപ്പൊ എനിക്കറിയാം ഈ ഡി മാജിക് ഗ്രൂപ്പിലെല്ലാം പുതിയ ആൾക്കാരാണ്, സ്ക്യൂവലുള്ള ആൾക്കാരൊക്കെ പതിയെ മാറി. അപ്പൊ പുതിയ ആൾക്കാരെ നേതൃത്വം ഏറ്റെടുത്തു ആൻഡ് ദേ ആർ ഡൂയിങ് ഗുഡ്. ചില ആൾക്കാരോട് ഇപ്പൊ ഇതിനകത്ത് പല ആളുകളോടും ചോദിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ഒരു വെൽക്കം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. പല ആൾക്കാരും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഷി ഹാസ് ടേക്കൻ ഇറ്റ് ആൻഡ് ഷി ഹാസ് ഡൺ ഇറ്റ് വെൽ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഒരു ചലഞ്ച് അയ്യോ ഞാൻ പറഞ്ഞത് ശരിയാവില്ല, അയ്യോ എന്നോട് ഒഴിവാക്ക് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ആ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ആ അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ട് നിൽക്കില്ല. കാര്യം ഷി ഹാസ് ടു ഓർ ഹി ഹാസ് ടു ടേക്ക് സം ചലഞ്ചസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചലഞ്ചസ് എടുക്കില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുമോ ഈ ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ശേ ഇന്നിപ്പോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മോശമായി കഴിഞ്ഞാൽ സാർ എന്ത് വിചാരിക്കും, ഈ ഗ്രൂപ്പിലുള്ളവർ എന്ത് വിചാരിക്കും, അയ്യേ നാണക്കേടാവില്ലേ. ഈ ഫെയിലിയർ ഫിയേഴ്സ് ഉള്ളവര് ഒരിക്കലും രക്ഷപ്പെടൂല. കാരണം അവർ ആ പേടിയോടുകൂടി അവര് നിക്കുള്ളൂ. ഇപ്പൊ ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവൻ പല ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടാക്കൂല. കാരണം എന്താണ്, ഓ ഇനിയിപ്പോ ഇയാൾ എന്നെ തേച്ചിട്ട് പോയി എന്ത് ചെയ്യും, ഇയാൾ എന്നെ ഒഴിവാക്കി എന്ത് ചെയ്യും. അതായത് ഇങ്ങനെ എല്ലാത്തിലും പേടിച്ച്. പിന്നെ ചില ആൾക്കാർ ഇപ്പൊ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് വിളിച്ചു. അവള് ജർമ്മനിയിലാണ്. ഷി വാണ്ട്സ് ടു സ്റ്റാർട്ട് സം ബിസിനസ്. അപ്പൊ എന്നോട് പറയാ ഇങ്ങനെ ഓസ്റ്റിൻ സാറ് ഞാൻ ഇങ്ങനെ നാട്ടിൽ നോക്കിയപ്പോ വേറെ ആരെയും കിട്ടില്ല, ഓസ്റ്റിൻ സാർ ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണെന്ന് അറിയാം, അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ബിസിനസ് വിത്ത് യു. ബാക്കി എല്ലാ ആൾക്കാരും നമ്മളെ പറ്റിച്ചിട്ട് പോകും. സോ അവളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പറ്റിച്ചിട്ട് പോകുന്നില്ല. അപ്പൊ ഈ പറ്റിച്ചിട്ട് പോകുന്നുള്ള ഭയമുള്ള ഒരാള് ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റൂല. കാര്യം പറ്റിക്കലുണ്ടാവും, നല്ല ആൾക്കാരുണ്ടാവും, മോശം ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ഒരു ഫെയിലിയറിൽ നിന്ന് പഠിക്കാനും ആളുകളെ മനസ്സിലാക്കാനും ഉള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് നമ്മള് റെഡിയാക്കുന്നത്. അതുപോലെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ലുക്സ് സ്മാർട്ട്. അവർ പറയും ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ നിൽക്കും. കാര്യം ഇങ്ങനത്തെ വലിയ ബലം ഒന്നും പിടിക്കാണ്ട് അല്ലെങ്കിൽ ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാണ്ട് നിൽക്കുമ്പോൾ പുറമേ നോക്കി കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഗെറ്റ് സ്മാർട്ട്. ഓരോ ദിവസവും സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സുധാ സാർ പറഞ്ഞൊരു എക്സാമ്പിൾ. അദ്ദേഹം ഏതൊരു കോച്ചില് ലൈക്ക് ഫുട്ബോളിലെ ഹാൻഡ്ബോളോ ബാസ്കറ്റ്ബോൾ കോച്ചിങ്ങിൽ ഒരു പയ്യൻ ജോയിൻ ചെയ്ത സമയത്ത് അവനാണ് ഏറ്റവും മോശം പയ്യൻ അവിടുത്തെ. ഏറ്റവും മോശം പയ്യൻ അവിടുത്തെ അവനാണ് ജോയിൻ ചെയ്തപ്പോ. പക്ഷെ ഡേ ബൈ ഡേ പോകും തോറും ഇദ്ദേഹം എക്സൽ ചെയ്യാനും ഒരു മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് ആ പയ്യനും മാറി. കാര്യം ഹി ഡു കണ്ടിന്യൂസ്ലി. ലൈക്ക് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഇന്റലിജൻസ് ഇപ്പോഴുള്ള ഇന്റലിജൻസ് അല്ല എന്നും ഇതിൽ മറ്റ് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയും വർക്കും ഉണ്ടെങ്കിൽ ബ്രെയിൻ ക്യാൻ ഡു മാജിക്. അപ്പൊ അതില് ഫിക്സഡ് മൈൻഡ് സെറ്റ്സ് പ്രൊട്ടക്ട് ഈഗോ, ഗ്രോത്ത് മൈൻഡ് സെറ്റ്സ് ബിൽഡ് എബിലിറ്റി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും എന്റെ ലൈഫിലൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ്, ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ലോ ഇതുണ്ടായിരുന്ന ഒരാളാണ് ലൈക്ക് എന്റെ ലൈഫിലൊക്കെ. അപ്പൊ ഞാൻ ഒരു നേതൃത്വത്തിലേക്ക് എങ്ങനെ വരുമേ, ഒരു 4 ആളെ എങ്ങനെ കൺട്രോൾ ചെയ്യും, 5 ആളെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ള വളരെ പേടിയുള്ള ഒരു മനുഷ്യനായിരുന്നു.
അത് മാത്രമല്ല എന്റെ ചെറുപ്പത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനിൽ ഒതുങ്ങി കൂടിയ ആളാണ്. പക്ഷെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചലഞ്ചസ് വന്നപ്പോൾ അതൊക്കെ പതുക്കെ ഏറ്റെടുക്കാനും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും ഇപ്പം വാചകടിച്ച ആൾക്കാരൊക്കെ എന്താ പറയാ അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്കൊക്കെ വളർന്നു ഞാൻ. അതുപോലെ തന്നെ എന്റെ ഏറ്റവും ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇംഗ്ലീഷിൽ വളരെ മോശമായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും പറഞ്ഞു, ഞാൻ മലയാളത്തില് മംഗ്ലീഷ് ആക്കി എക്സാം എഴുതിയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഒമാൻ സൗദി എന്നുള്ള ഡെലിഗേറ്റ്സ് ആയിരുന്നു. സോ ഐ വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ ലാസ്റ്റ് 2 days കണ്ടിന്യൂസ്ലി. അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര നമ്മൾ ഇഷ്ടമാവുന്നു, ലൈക്ക് നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. സോ കമ്മ്യൂണിക്കേഷൻസിൽ ചേഞ്ച് ടു ലാംഗ്വേജ് ഇറ്റ്സ് വെരി ഈസി ഫോർ മീ. അപ്പൊ എന്റെ ഒരു സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ ഒരു കോളേജ് തലത്തിലുള്ള എന്റെ ഇംഗ്ലീഷ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ പേടി ആയതുകൊണ്ട് മാത്രം എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ആൾക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തിരുന്നതാണ്. സോ സാഹചര്യം വന്നപ്പോൾ മൈ ബ്രെയിൻ ഹാസ് ഗ്രോൺ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും അത്രയും സൂപ്പർ ഹ്യൂമൻ കമ്പ്യൂട്ടറുള്ള ആൾക്കാരാണ്. ഇത് യൂസ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ട്രെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മോശമായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ജിമ്മിൽ പോകുന്ന ആൾക്കാരറിയാം, ജിമ്മിൽ പോകുന്നതിന് മുമ്പുള്ള അവരുടെ മസിൽ മാസും ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുള്ള മസിൽ മാസും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. റൈറ്റ് അല്ലേ? ഇതിനകത്ത് ലേഡീസ് ഒന്നും ജിമ്മിൽ പോയി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോയ ആൾക്കാർ അറിയാം. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ആ തുടക്ക കാലഘട്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വളരെ ലീൻ മസിൽസ് ഉള്ള ആൾക്കാർ ഡെയിലി പോയി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. സോ നമ്മുടെ ബോഡി സെയിം ആണ്, ഓൺലി തിങ് വി ആർ പ്രാക്ടീസിങ് ഇറ്റ്. ബ്രെയിനും ഈസ് ഓൾസോ സെയിം ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ആക്ടിവിറ്റി കൊടുക്കാനും അതിനെ കൊണ്ട് പണിയെടുപ്പിക്കാനും നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ലേൺ എനിത്തിങ്, യു ക്യാൻ ഡു എനിത്തിങ്. നമ്മുടെ ബ്രെയിൻസിനൊക്കെ ഭയങ്കര സൂപ്പർ പവറാണ്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കുട്ടികളെയൊക്കെ എന്താ പറയാ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ഇന്റലിജൻസ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മുടെ ബ്രെയിനിങ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പൊ റിയൽ ലൈഫ് എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ പറയും എനിക്ക് മാത്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മാത്സ് എനിക്ക് പഠിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇപ്പൊ ടീച്ചർമാരോടെ ഉണ്ട്, പല കുട്ടികൾ നോക്കി അറിയാൻ പറ്റും. ഒരു സബ്ജക്റ്റിൽ ഒരു കുട്ടി മോശമാണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും നല്ലതാണെങ്കിൽ ചിലപ്പോ ചെറിയ ക്ലാസ്സിൽ മോശം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മോശം ടീച്ചർ എന്ന് വെച്ചാൽ ടീച്ചറുടെ കപ്പാസിറ്റി കുറവാന്നല്ല, ആ ടീച്ചറും ആ കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ട് തന്നെ എത്രയോ കുട്ടികൾ ആ വിഷയം പഠിക്കാൻ പറ്റാണ്ട് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ മാത്സ് ടീച്ചർ ഭയങ്കരമായിട്ട് തല്ലുന്ന ഒരു ടീച്ചറാണ്, വളരെ ക്രൂവലായിട്ട് പെരുമാറുന്ന ഒരു ടീച്ചറാണെങ്കിൽ ആ കുട്ടിക്ക് മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ല. സത്യത്തിൽ ഇത് മാത്സിനോടുള്ള ബുദ്ധിമുട്ടല്ല, ആ കുട്ടിയുടെ എന്താ പറയാ ആ ടീച്ചറോടുള്ള പ്രശ്നമാണ് എപ്പോഴും ആ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ഇവരെയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ റീഫ്രെയിം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ലൈക്ക് നമ്മളിപ്പോ ഇതുപോലെ പറഞ്ഞ പോലെ ഐ കാൺട്ട് റിമെമ്പർ നെയിംസ്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ മാറ്റണം? ഐ ആം ഇംപ്രൂവിങ് മൈ മെമ്മറി ഫോർ നെയിംസ്. എന്റെ പേരുകൾ ഓർത്തിരിക്കുന്നതിനുള്ള മെമ്മറി നല്ലതല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ മാറ്റണം? ഞാൻ ഓരോ ദിവസവും പേരുകൾ ഓർത്തിരിക്കാനുള്ള മെമ്മറി എന്റെ കൂട്ടിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഇറ്റ്സ് പോസിബിൾ. ഇഫ് യു വർക്ക് ഇറ്റ് ഓൺ ഇറ്റ്, ഇറ്റ്സ് പോസിബിൾ. ഐ എം നോട്ട് ക്രിയേറ്റീവ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിന് പകരം ഐ എം ലേണിംഗ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. ഞാൻ ക്രിയേറ്റീവ് അല്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ക്രിയേറ്റീവ് ആകുന്ന തിങ്കിങ് പ്രോസസ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടു പല ആളുകളും ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ പറയും അയ്യോ കമ്പ്യൂട്ടർ, ഈ പറഞ്ഞ സാധനം സോഫ്റ്റ്വെയർ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. ബട്ട് വാട്ട് യു ക്യാൻ റീഫ്രെയിം ദിസ് സെന്റൻസ് വിത്ത് ഐ ആം ബിക്കമിങ് ബെറ്റർ വിത്ത് ദ ടെക്നോളജി. കാരണം ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇറ്റ്സ് ഈസി ഫോർ ഓൾ പീപ്പിൾ ആൻഡ് എവരി വൺ, ബിക്കോസ് ഇറ്റ്സ് സോ ഈസി. കാരണം ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള അമ്മമാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം, അയ്യോ എന്റെ കൊച്ചുമോൻ അവനൊക്കെ മൊബൈൽ മേടിക്കാനായിട്ട് എനിക്ക് എന്താ പറയാ എന്തൊരു രസമായിട്ട് അവനൊക്കെ ഉപയോഗിക്കണേ, എനിക്കത് പറ്റില്ല. ഇപ്പൊ ഇന്നലെയും എന്റെ ഫാദർ എന്റെ മോന്റെ അടുത്ത് വന്നിരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ 10 പ്രാവശ്യം അപ്പച്ചനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. 10 ഒന്നല്ല, അധികം കൂടുതലായി. എന്റെ എല്ലാ മക്കളുടെ അടുത്ത് പോയിട്ട് ആള് പഠിക്കുന്നുണ്ട് ഒരു പേര് മൊബൈലിൽ ഫീഡ് ചെയ്യാനായിട്ട്. ബട്ട് കുട്ടികൾ എളുപ്പത്തിൽ പഠിച്ചു. ഇത് എന്റെ ഫാദറിന്റെ മെമ്മറിക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല. ലൈക്ക് ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തു, ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മളൊക്കെ പഴയ ആൾക്കാർ, ഇനി ഇതൊക്കെ എങ്ങനെയാ പഠിക്കുക എന്നുള്ളത് പറയും. പക്ഷെ ഇതേ എന്റെ ഫാദറാണ് 60 വയസ്സ് വരെ വണ്ടി ഓടിക്കാതിരുന്ന എന്റെ ഫാദർ അന്നൊരു ആവശ്യം വന്നപ്പോ
ഞാൻ ഗൾഫിൽ പോയി. ആ സമയത്ത് വേറെ വണ്ടി ഓടിക്കാൻ ആൾക്കാരില്ല. എന്റെ പെങ്ങള് ഗർഭിണിയായിരുന്നു. അപ്പം അവളെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകണം. ആ സമയത്ത് അദ്ദേഹം പോയിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തു. ലൈസൻസ് ഉണ്ടായിരുന്ന മുമ്പേ പോലീസിലായതുകൊണ്ട് പണ്ടേ ലൈസൻസ് കിട്ടിയായിരുന്നു. പക്ഷെ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഈ പറഞ്ഞ പോലെ എന്റെ പെങ്ങൾക്ക്, അതായത് 60 വയസ്സ് വരെ, അതുവരെ ഞാനാ വണ്ടി ഓടിച്ചിരുന്നത്. 60 വയസ്സ് വരെ ഓടിക്കാതിരുന്ന എന്റെ ഫാദർ 60ാമത്തെ വയസ്സിലാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതും വണ്ടി ഓടിച്ചോളുന്നു, റിട്ടയർഡ് ആയതിനു ശേഷം. സോ ആൾക്കാർ പറയും, റിട്ടയർഡ് ആയിട്ട് എങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിക്കും, പണ്ട് പഠിച്ചതല്ലേ? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതേ ഫാദറിന്, അത്രയും ബുദ്ധിമുട്ടുള്ള വണ്ടി ഓടിക്കുന്ന ഫാദറിന് മൊബൈലിൽ നമ്പർ എഴുതാൻ അറിഞ്ഞുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് അവർ ഫിക്സഡ് മൈൻഡ് സെറ്റ്. അപ്പം രണ്ടാമത്തെ ഒരു നോണ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ആരെങ്കിലും ഒന്ന് പറ, ഇസ് ഇറ്റ് ക്ലിയർ? ഓൺലി വൺ ടേക്ക് അവേ, നിങ്ങളിപ്പോ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയല്ല നിങ്ങൾക്കുള്ള ബുദ്ധി. യു ക്യാൻ ഇംപ്രൂവ് എനി ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്. അത് പാട്ട് പാടാനുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കാം, ബിസിനസ് ചെയ്യാനുള്ള കഴിവായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്ത് കഴിവാണെങ്കിലും യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. ഇംപ്രൂവ് ഇറ്റ് എന്നല്ല, അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരും. ഓൺലി തിങ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറ്റണം, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് തിങ്. ആൻഡ് സെക്കൻഡ് ലൈ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ഇത് കേട്ടിട്ടുണ്ടോ? ഐൻസ്റ്റീൻ പോലും ബ്രെയിനിന്റെ 10% യൂസ് ചെയ്തുള്ളൂ എന്ന് കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? അതാണ് ഏറ്റവും വലിയ നോണ. എനിക്കിതിൽ സങ്കടമുണ്ട് പറയാൻ. ഈ ഡയലോഗ് ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. ഞാൻ പറഞ്ഞു കേട്ട എത്ര പേരുണ്ട്? അതായത് ഐൻസ്റ്റീൻ പോലും ബ്രെയിനിന്റെ 10 to 15% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന സത്യത്തില്. നിങ്ങൾക്കൊക്കെ നമ്മൾ 1% പോലും ഉപയോഗിച്ചില്ല. പക്ഷെ സയൻസ്, ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്കും ഒരു ക്ലാരിറ്റി കിട്ടിയത്. നമ്മള് 10% മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ബട്ട് അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ 100% നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 100% ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു, ഇപ്പൊ ഈവൻ നമ്മൾ ഉറങ്ങുമ്പോലും നമ്മുടെ 100% ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്തിന്റെ അല്ലെങ്കിൽ ബോഡിയിലെ എനർജിയുടെ എത്ര പെർസെന്റേജ് ബ്രെയിൻ ഉപയോഗിക്കണമെന്ന് അറിയും? ഹലോ, നമുക്കറിയാലോ, ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റിന്റെ 1 to 2% ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എനർജി എത്ര ഉപയോഗിക്കണമെന്ന് അറിയാം? എത്ര അറിയില്ല. ഓക്കെ, വേറെ ആളുകൾ ആരെങ്കിലും അറിയുന്നവർ? 80 നോ, 80 അല്ല, അറിയില്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. 20% ഓഫ് ടോട്ടൽ എനർജി ഈസ് ബീങ് യൂസ്ഡ് ബൈ 1% ഓഫ് ടോട്ടൽ ബോഡി വെയിറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റിന്റെ പറയാം, നമ്മളിപ്പോ ഒരു 100 കിലോസ് അല്ലെങ്കിൽ ഒരു 80 കിലോ ഉള്ള ആളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു 1 കിലോ അല്ലെങ്കിൽ 2 കിലോസ് ആയിരിക്കും. ആ ബ്രെയിൻ ആണ് നമ്മുടെ എനർജിയുടെ 20% യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ചത്, ഇതൊരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നമ്മുടെ കംപ്ലീറ്റ് ഇന്റലിജൻസിനെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എൻറ്റയർ ബോഡിനെ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്, അല്ലെ? നമുക്ക് ഫുഡ് കഴിച്ച് അത് ദഹിപ്പിക്കണം, അത് ടോക്സിക് ആവാൻ പാടില്ല, അത് കൃത്യമായിട്ട് അതിന്റെ എനർജി ഇതിനകത്തേക്ക് എടുക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് തള്ളണം, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് യൂറിനേറ്റ് ചെയ്ത് മാറണം. പിന്നെ ഒന്ന് ആലോചിച്ചു, ഇപ്പം ഒരു സ്ത്രീ ആണെങ്കിൽ അവര് ഗർഭിണിയാവുന്ന സമയത്ത് ഒരു സ്പേമും എന്താ പറയാ, നമ്മുടെ ഒരു അണ്ടവും ഇതും കൂടി യോജിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു സാധനം, ഒരു ചെറിയൊരു സാധനം ഒരു കുട്ടിയുടെ രൂപത്തിൽ വരുന്ന, അതിനെ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തൊരു എൻറ്റയർ കിഡൊക്കെ ആയിട്ട് മാറുന്നതെന്ന് വെച്ചാൽ എൻറ്റയർ പ്രോസസ് ഈസ് കൺട്രോളിങ് ഇറ്റ്സ് ഫ്രം ദ ബ്രെയിൻ. കറക്റ്റ് നിർദ്ദേശം കൊടുത്ത് ഇതിന്റെ ഗ്രോത്തും പാറ്റേണും എല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ബ്രെയിൻ എന്തൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ആരോ ഒരാള് മീൻസ് ഒരു സയന്റിസ്റ്റ് പറഞ്ഞ പോലെ നമ്മളെ എന്താ പറയാ, ഒരു മനുഷ്യനെ അത്രയും ഫങ്ഷൻസിലെ ഒരു മനുഷ്യനെ ഉണ്ടാക്കണമെങ്കിൽ, അതായത് ഒരു എന്താ പറയാ, ഒരു മെഷീൻ പോലെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ എത്രയോ കിലോമീറ്ററിൽ സാധനങ്ങൾ. നമ്മളിപ്പോ റോബോട്ട് പോലെയല്ല, റോബോട്ട് ലൈക്ക് ഇറ്റ്സ് ദെയർ, പക്ഷെ റോബോട്ടിന്റെ ഇന്റലിജൻസും കാര്യങ്ങളും ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്റെ എല്ലാ പ്രോസസ്സിങ്ങുള്ള ദഹനവും ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിങ്ങുകളും ഉണ്ടാക്കുന്ന എത്രയോ കിലോമീറ്റർ ഏരിയയിൽ
ഒരു വലിയ മെഷീൻ ഉണ്ടാക്കിയാൽ പോലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ 100% of we all use 100% of our body, but not everyone is equally fit, strong or flexible. Same with the brain. അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓൾ ബ്രെയിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ബ്രെയിനെ എങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഒരു ചെസ് പ്ലെയർ ആണെങ്കിൽ ഒരു ചെസ് പ്ലെയർ വേഴ്സസ് ബിഗിനർ സെയിം ബ്രെയിൻ ആണ്, പക്ഷെ ഡിഫറെന്റ് ട്രെയിനിങ് ആയിരിക്കും. നമുക്കറിയാം, ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ന്യൂറൽ പാത്വേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു പുതിയ കാര്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ബ്രെയിൻ എന്തായാലും റെസിസ്റ്റ് ചെയ്യും. ആ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുന്ന ബ്രെയിനിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ പ്രോസസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, അവിടെ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, പുതിയൊരു ഹാബിറ്റ് ഫോം ചെയ്യപ്പെടും, പുതിയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. ഇപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ, നിങ്ങളോട് ചോദിച്ചോട്ടെ, അതിരാവിലെ നിറയെ ബക്കറ്റിൽ നിറയെ ഐസ് ഇട്ട് ഐസ് വെള്ളത്തിൽ കുളിക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അതിരാവിലെ ബക്കറ്റിൽ ഐസ് ഇട്ട് നോർമൽ വെള്ളത്തിന്, എല്ലാവരും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരെയും ഐസും വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമെന്ന്, തലയിലടക്കം ഐസ് വെള്ളം ഒഴിച്ചു കുടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളവർ എത്ര പേരുണ്ട്? ചെയ്യാൻ പറ്റില്ല. ആ, വേറെ ആരെങ്കിലും? ബക്കറ്റ് ചലഞ്ച് ആണ്. ബക്കറ്റ് ഐസ് ബക്കറ്റ് ചലഞ്ച് ഇല്ല. എത്ര പേരുണ്ട്? പറ്റൂല. പറ്റൂല. ഓക്കെ. ഐസ് ബക്കറ്റ്, ഐസ് വാട്ടർ, ഐസ് ഷവർ ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. അതാരാണ്? ടീം സ്കിയോള്. യെസ്, ഐസ് വാട്ടർ ചലഞ്ച് ചെയ്യാൻ പറ്റൂ. അതാരാ പറഞ്ഞേ? പറ്റൂന്ന് പറഞ്ഞാൽ പറ്റും. നൗഫലിന് പറ്റും. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും? മുമ്പ് സൗദിയിൽ പറ്റും. ചെയ്യേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ചെയ്യേണ്ടി വന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ട് ചെയ്തു. രഞ്ജിത്തിനും പറ്റും, പക്ഷെ പിന്നെ ഒരാഴ്ച ബി മാജിക്കിൽ ഉണ്ടാവൂല. നമ്മുടെ മൈൻഡ് കൊണ്ട് അത് സെറ്റ് ചെയ്ത് പറ്റും ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും ചെയ്യും, നമുക്ക് വേറെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഒരു കമ്പല് കൊണ്ട് ചെയ്താൽ പറ്റില്ല. അന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ലാസ്റ്റ് 10 days ഐ ഡു ദിസ്. ഐസ് വാട്ടറിലാണ് ഞാൻ കുളിക്കുന്നത്. ലാസ്റ്റ് 10 days ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ഈ ജിം ക്യൂക്കിന്റെ ബുക്ക് വായിച്ചാണ്. ലിമിറ്റ്ലെസ് എന്ന ബുക്കിൽ അദ്ദേഹത്തിന്റെ മോർണിംഗ് റുട്ടീൻ പറയുന്നുണ്ട്. അതില് ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു 3-4 ടെക്നിക്സിൽ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാല്, നമ്മള് വലത്തെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യണമെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുക. ലൈക്ക് അദ്ദേഹത്തിന്റെ റുട്ടീൻ വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ഫുള്ള് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല, കുറച്ചേ കോപ്പി ചെയ്തിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് 10 days ആയിട്ട് ചെയ്യുന്നുള്ളൂ. ആ ബുക്ക് വായിച്ചു തുടങ്ങിയിട്ട് അത്രയായിരുന്നു. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, അത് നമ്മുടെ എല്ലാവരും നന്നാക്കും എന്ന് പറഞ്ഞേ. അതിനുശേഷം പോയിട്ട് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ വലത്തെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുക, ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ്? അതിനുശേഷം ബ്രീത്ത് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അത് നമുക്കിങ്ങനെ ശ്വാസം എടുത്ത് വിടുക. അതിന് ഞാൻ ഇപ്പോ യൂസ് ചെയ്യുന്നത് ബോക്സ് ടെക്നിക്കാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നു. ഞാൻ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ബൗളിൽ, ഇത്രയുള്ള ഒരു ബൗളിൽ ഞാൻ എല്ലാ ദിവസവും ഇതിപ്പോ ഓൾറെഡി വെള്ളം വെച്ചു. ഈ വെള്ളം ഐസാക്കാൻ വെച്ചിട്ടുണ്ടാവും, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ രാവിലെ ഐസ് കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റിലെ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് അത് ഒരു കുറച്ച് സമയം എടുക്കുമല്ലോ അലിഞ്ഞ് ഫുൾ ഐസ് വെള്ളം ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ആ സമയം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 minutes എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. 3 minutes ബാക്കി എക്സസൈസ് ചെയ്യണം, പക്ഷെ 3 minutes രാവിലെ തന്നെ നമ്മളൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സസൈസ് ഉണ്ട്. അത് ജമ്പിങ് ജാക്സോ അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ജമ്പിങ് ജാക്സ് ചെയ്യും. പിന്നെ ഇങ്ങനെ ലെഗ് നീ ക്യാപ്പ്, മറ്റേ ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കാലൊക്കെ പൊക്കിയിട്ട്. പിന്നെ സിറ്റ് ഔട്ട് ചെയ്യും, സിറ്റ് ഔട്ട് അല്ല സിറ്റപ്സ്. അപ്പൊ അതും ചെയ്യും. അത് കഴിയുമ്പോഴേക്കും വെള്ളം തണുത്ത് വരും. ഞാനിപ്പോ ഇന്ന് എഴുന്നേറ്റത് 3:30-ക്കാണ്. ഞാൻ കോൾഡ് വാട്ടർ ഷവർ ചെയ്തത് 4 മണിക്കാണ്. ലൈക്ക് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് 4 മണിയല്ല, 3:45, 4 മണിക്ക് ഞാൻ കോൾഡ് വാട്ടർ ഷവർ ചെയ്തു. ഒരു പ്രശ്നവുമില്ല. ലാസ്റ്റ് 10 days ഐ വാസ് സോ ഹാപ്പി. ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ എന്റെ 2 ആൺകുട്ടികളും കുറച്ച് ദിവസം കുളിച്ചായിരുന്നു. പിന്നെ അവര് നിർത്തി. ഒന്നും സംഭവിച്ചില്ല. എനിക്ക് ഒരു നീരുവീഴ്ചയില്ല, ഒരു ബഹളവും ഇല്ല.
ബി മാജിക്കിൽ വരാതിരിക്കാൻ പറ്റൂല, ഒരു പ്രശ്നമില്ല ഇന്ന് വെച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ട് ഒരാളും പോയിട്ട് ഐസ് വെള്ളത്തിൽ കുളിച്ച് ദൈവമേ വല്ല അറ്റാക്കൊക്കെ വരാനിരിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോ പിള്ളേർ പെട്ടെന്ന് ഷോക്ക് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ സാറ് കൊന്നൊന്നും പറഞ്ഞേക്കരുത്. ബട്ട് ഇറ്റ്സ് അപ് ടു യു, ലൈക്ക് യു ക്യാൻ കൺസൾട്ട് ദ ഡോക്ടർ ആൻഡ് ഇറ്റ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ് ആൻഡ് ഐ ആം എക്സ്പീരിയൻസിങ് ഇറ്റ് ഫോർ ലാസ്റ്റ് 10 days. ഇന്നും ഞാൻ ആ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു 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 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് everything is possible. There is no quoted like there is no quote like impossible എന്നൊരു വാക്കില്ല, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഞാനും ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിരുന്ന ഒരാളാണ്. ലൈക്ക് ഇവിടെ അങ്ങനെ ചൂടാക്കി കുളിക്കൊന്നുമില്ല, ഞങ്ങൾക്ക് സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്. അപ്പൊ അതിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നല്ല ചൂടിൽ കുളിച്ചിരുന്ന ഒരാളാണ്. നിർബന്ധമല്ല, പക്ഷെ കുളിച്ചിരുന്നതാണ്. പക്ഷെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇനിയിപ്പോ ഒരു കുളിയും കൂടി ഉണ്ട്. കാര്യം ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലിക്കോ അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കോൾഡ് വാട്ടർ ഇയാള് രാവിലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു കുളി, അതിൽ സോപ്പ് ഇടൂല. ഇനി സോപ്പ് ഇട്ട ഒരു കുളിയും കൂടി ജോലിക്ക് പോണേ മുമ്പ് ചെയ്യും, അത് നോർമൽ വാട്ടറിൽ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല് എവറിത്തിങ് ഇസ് പോസിബിൾ. അപ്പൊ നമ്മള് ഈ ഒരു ഇനി ബാക്കി കുറച്ച് ലൈസും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ 100% നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് പോസിബിൾ. നമ്മുടെ ബോഡി നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് വരാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു, ഞാൻ ഈ കോൾഡ് വാട്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് എനിക്കറിയാം, ഇവിടുത്തെ ആൾക്കാരുടെ ഏകദേശം പ്രായമൊക്കെ അറിയാം. നിങ്ങൾക്ക് വാദത്തിന് അസുഖം ഒക്കെ ഉണ്ടെങ്കിൽ ഐ എം നോട്ട് റെക്കമെൻഡിങ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. ആൻഡ് ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാല്, ഇന്ന് ഞാൻ കോൾഡ് വാട്ടറിൽ കുടിച്ച പോലെ ആയിരുന്നില്ല ഫസ്റ്റ് ഡേ കുളിച്ചപ്പോ. മറ്റേ ബാത്റൂമിനകത്തുള്ള ശബ്ദം കേട്ട് എന്റെ ഭാര്യയ്ക്ക് എന്നെ കലക്കി. നമുക്കറിയാലോ, സ്വാഭാവികമായിട്ട് തണുത്ത വെള്ളം നേരത്തെ വീഴുമ്പോൾ ശബ്ദം അറിയാതെയൊക്കെ പുറത്തു വരും. ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ ദിവസം. ഇറ്റ്സ് ടു ടഫ്. ഞാൻ എളുപ്പമാണെന്ന് പറയുന്നില്ല, പക്ഷേ ഓൺ ലാസ്റ്റ് 10 days ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഇറ്റ്സ് വെരി ഈസി ഫോർ മീ, ലൈക്ക് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസ്കിൽ ചെയ്യുക. പിന്നെ പല ജിം ട്രെയിനേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്കൊക്കെ ബോഡിയിൽ ഇങ്ങനെ മസിൽ ക്രാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ ഐസ് വെള്ളത്തിലിരിക്കും, ലൈക്ക് ഐസൊക്കെ ഇട്ടിട്ടിരിക്കും. സോ നമ്മുടെ ബോഡീനെ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ചൂടുവെള്ളത്തിൽ കുളിച്ചാലാണ് പെട്ടെന്ന് റിക്കവർ ആവുക. പക്ഷെ ഐസ് ബാത്ത് ഈസ് ഓൾസോ വെരി വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നീരോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ നല്ലതാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നോക്കി ചെയ്താൽ മതി. ഓസൻ സാറ് പറഞ്ഞുകൊണ്ട് ആരും ചെയ്യേണ്ട ഈ കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടും ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ഒരിക്കലും അതിന്റെ റിസ്ക് എടുക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ കണ്ടത്. 2 ലൈസ് ആണ് കണ്ടത്. ബാക്കിയുള്ള ലൈസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒന്നാമത്തെ നുണ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റലിജൻസ് ഫിക്സ്ഡ് ആണെന്നുള്ളതാണ്. അത് നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്നതാണ്. കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ സീനിയർ ആയിട്ടുള്ള ബഷീർ സാർ ആണെന്ന് തോന്നുന്നു. ബഷീർ സാറും still he is learning every day. I am very respectful to Bashir sir, like he is reading a lot of books. പല ബുക്സും ഇത്രയും കട്ടിയുള്ള ബുക്സും ഒക്കെ അദ്ദേഹം ഇപ്പോഴും വായിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ആൻഡ് he is applying most of the things he is remembering. It's very good, very good. അപ്പൊ നമ്മുടെ പ്രായമോ നമ്മുടെ സാഹചര്യങ്ങളോ ഒന്നും അല്ല, നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ് നമ്മളെ ഇതിലേക്ക് മാറ്റുന്നത്. രണ്ടാമത്തെ ഒരു നുണ നമ്മൾ പഠിച്ചു വെച്ചത് നമ്മൾ 10% 15% ഒക്കെ ബ്രെയിൻ യൂസ് ചെയ്യുന്നതാണ്. സത്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ ഫുൾ പെർസെന്റേജും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഇനി പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ലേൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം. ഒറ്റ കാര്യം കൂടി നമ്മൾ പറയട്ടെ. ഇപ്പൊ നോർമലി നമ്മൾ ഗ്രൂപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചെയ്യുന്നതാണ്. നമ്മൾ അന്ന് പേര് പഠിക്കാന്ന് പറഞ്ഞ പരിപാടി നമ്മൾ പേര് പഠിച്ചായിരുന്നോ നമ്മുടെ അന്നത്തെ പരിപാടിയിൽ? നമ്മൾ ചെയ്തില്ലായിരുന്നോ നമ്മുടെ അന്നത്തെ ചടങ്ങില്? ബി മാജിക്കല് ഇല്ലല്ലേ? ഓക്കെ. നോർമലി നമ്മളൊക്കെ ക്യാമ്പ്സ് ഒക്കെ നടത്തുമ്പോ 60 പേര് 70 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമുക്ക് 60 പേരോ 70 പേരോ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പേരും പഠിക്കും. നമ്മൾ ആ ടൈപ്പിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഓരോ നെയിം റിപ്പീറ്റ്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, സോ ഇറ്റ്സ് ഓൾസോ പോസിബിൾ. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ലൈസ് സെഷൻ വളരെ നല്ല സെഷൻ ആയിരുന്നു. നമ്മളിപ്പോ 2 ലൈസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് ആണ് മെയിൻ എന്നുള്ളതും, പിന്നെ നമ്മളെല്ലാം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, ഒരു
സക്സസ്ഫുൾ ആവാൻ പറ്റുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഫീഡ്ബാക്സിനായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പതിപോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിങ്ങനെ ഓരോ ക്ലാസ്സുകളും പഠിച്ച് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടു രാവിലെ. കഴിഞ്ഞ 2009 ക്ലാസ്സിലൊരു ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ക്ലാസ് ചെയ്യാം. ആ, സാർ ഉണ്ടായിരുന്നോ? ഞാൻ ലാസ്റ്റിലാണ് കഴിഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ സാറിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുക. അടുത്ത തന്നെ ക്ലാസ്സിലൊരു ഗാനമേളയിൽ സാറുണ്ടാവും വിചാരിക്കുന്നു. യെസ് യെസ്. ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ഫിക്സഡ് മൈൻഡ്സെറ്റും ഗ്രോത്ത് മൈൻഡ്സെറ്റും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ നമ്മൾ മൈൻഡിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാമെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. അതിൻ്റെ ആ പുളി എല്ലാം വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മള് പല കാര്യങ്ങളും ആദ്യമായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, പിന്നെ അല്ലെങ്കിൽ കുറച്ച് ശ്രമിച്ചിട്ട് പിന്നെ അത് വീണ്ടും ഇത് തന്നെയാണ്, ഇത് നടക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും പല കാര്യത്തിലും വരുന്നത്. ഈ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി നമുക്ക് മാറാൻ പറ്റും, നമ്മളാണ് ശ്രമിക്കേണ്ടത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു. കാരണം അത് നമ്മള് ആവശ്യമില്ലാത്ത കാര്യം നുണകള് സാർ പറഞ്ഞല്ലോ, നമ്മൾ ബ്രെയിനിൽ തന്നെ നമ്മൾ ആദ്യം തൊട്ട് കൊടുക്കുക എന്താ പറ്റില്ല എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഇപ്പൊ. അതുപോലെ തന്നെ ബ്രെയിനിന്റെ നമ്മള് കപ്പാസിറ്റി നമ്മളൊക്കെ ഇതുവരെ കേട്ടത് അതായത് ചെറിയ പെർസെന്റാണ് നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയാണ്. അതിപ്പോ ശരിക്കും സാർ പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ആയിരുന്നു. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. തുടർന്നും ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മോനി സാർ ക്യാമറയ്ക്ക് പിറകിലായിരുന്നു അല്ലേ? വേറെ ആരാണ്? ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ മാം. കേൾക്കാം. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ്. മൈൻഡിലെ എന്താണ് നെഗറ്റീവ് ബ്ലൂ പ്രിന്റ്സോ എന്താ പറയുന്നേ, അതൊക്കെ മെയിനായിട്ടും മാറ്റാനുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കിത് പറ്റില്ല എന്നായിരിക്കും മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത്. പക്ഷെ നമ്മളത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഏറ്റവും ഈസി ആയിട്ട് മാറും. അപ്പം ബ്രെയിനിന് പ്രാക്ടീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എല്ലാം പോസിബിൾ ആവൂ എന്ന് മനസ്സിലായി. ആ ഒരു സെറ്റ് ആണെങ്കിൽ നമുക്ക് ഉയരാൻ സാധിക്കുകയില്ല. നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരണം. അതിനുള്ള അഫർമേഷൻസ് സാർ പറഞ്ഞു തന്നു. നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു ഓസ്റ്റിൻ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ വർഷവും നമ്മുടെ ഈ വിന്റർ സീസൺ ആവുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതാണ്, നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ വരും. അത് ഈ വർഷവും വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്താ പറയാ, ഈ മകരസംക്രാന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറയും. അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇതിപ്പോ മാറും എന്ന് വിചാരിക്കുക. എന്നാലും ഉള്ളിലൊരു തോന്നലാണ്, കഴിഞ്ഞാലേ ഇത് മാറുള്ളൂ. ഇപ്പൊ തണുപ്പ് കുറേശ്ശെ കുറഞ്ഞു വന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും മരുന്ന് കഴിച്ചില്ലെങ്കിലും അത് ആ സമയമാകുമ്പോൾ മാറും. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ്സാണ് മെയിൻ എന്നുള്ളതാണ് പറഞ്ഞത്. ശരിയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ കാര്യത്തില് 100% ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിനെ പറ്റിയൊരു ഇൻഫോർമേഷൻസും നമുക്ക് പറഞ്ഞു തന്നു, എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നുള്ളത്. അപ്പൊ ഇനി കുറേശ്ശെ നമുക്ക് മാറ്റാൻ നോക്കണം, ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് നന്നായിരുന്നു സാർ. ക്ലാസ്.
നമ്മൾ പണ്ട് മുതലേ കുറെ നുണകൾ നമ്മളിലേക്ക് ആർജിച്ച് കൊണ്ടുവന്നുണ്ട്. ചെറുപ്പം മുതലേ ടീച്ചേഴ്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ കിട്ടിയതാണ്. അപ്പൊ അതിൽ നിന്ന് സത്യത്തിലേക്ക് മാറി വരാനുള്ള ഒരു നല്ലൊരു ക്ലാസ് ഉണ്ടായി. നമ്മള് വയനാട് മീറ്റപ്പിന് പോയപ്പോ നമുക്ക് ഈ കനലിൽ കൂടെ ഫയർ വാക്കിംഗ് പറ്റൂല എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയി. അതുപോലെ തന്നെ രാവിലെ 4 മണിക്ക് എണീറ്റ് ഒരു സെമി ഐസ് വാട്ടറിൽ അവിടുന്ന് കുളിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരുന്നത്, ഉഷാറായിട്ടാണ് ഉണ്ടായിരുന്നത്, എനർജി ഫുൾ ആയിരുന്നു. അപ്പൊ പലതും നമ്മളെ നുണകൾ നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ കടന്ന ഉഷാറാവും. സാർ പറഞ്ഞ പോലെ ഐസ് വാട്ടറിലെ ഇതൊക്കെ ഒരു നല്ലൊരു തെറാപ്പി തന്നെയാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. ഞാൻ ബൈസ്റ്റാൻഡർ ആണ്, പുറത്താണുള്ളത്. ആ എന്ത് പറ്റി സാറേ? ആർക്കാ? അല്ല, വീട്ടിലെ ആളില്ലാത്തത് കൊണ്ട് അടുത്ത് വേറൊരു വീട്ടിലേക്ക് ഞാൻ വന്നാണ്. ഓ ഓക്കെ ഓക്കെ. മദർലാൻഡ് അടുത്ത് വന്നാണ്. അതാ. ഓക്കെ ശരി ശരി മതി സാറേ, താങ്ക് യു. ഹലോ മാജിക് മോനെ. മാജിക് മണി. നല്ല ടോപ്പിക് ആയിരുന്നു. സാറ് പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ പല ആളുകളും പല അന്ധവിശ്വാസങ്ങളും ഇങ്ങനെ ഉള്ളിലുണ്ടാവും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ട് പോവുക, പുലർച്ചെ സമയമാണ്. അപ്പൊ ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്തു. അപ്പൊ എന്റെ അടുത്തുള്ള പുറത്ത് പറഞ്ഞു, ആ വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കണം, ആക്സിഡന്റ് ആവും പറഞ്ഞു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാൻ ഓഫാക്കി സ്റ്റാർട്ട് ചെയ്ത് പോയി. അപ്പൊ എയർപോർട്ടിലെത്തിയപ്പോൾ മറ്റേ സുഹൃത്തിനെ വെച്ച്, എന്തിനാ അങ്ങനെ ചെയ്ത്, എനിക്കതിലൊക്കെ വിശ്വാസം ഉണ്ടോ ചെയ്യും. ഞാൻ പറഞ്ഞു, മറ്റേ ആൾക്ക് അത് ഭയങ്കര വിശ്വാസം ഉള്ളതാ, എനിക്ക് വിശ്വാസം ഇല്ലാന്നല്ല, അയാളെ വിശ്വസിക്കൊണ്ട് ചിലപ്പോൾ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നും എതിർക്കാൻ പോയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രശ്നമുള്ളൂ. അപ്പൊ ചെറുപ്പം മുതൽ അതേപോലെ പല സംഭവങ്ങളും നമ്മളെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ഫോർഗീവ്നെസ് മെഡിറ്റേഷനിലൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങനത്തെ ചിന്തകളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഈ ക്ലാസ് ഒക്കെ മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് 1-2 ആളുകൾ പുതിയതായി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ബാക്കിയുള്ള ആളുകൾ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. 6:35 എനിക്ക് തോന്നുന്നു, സമയമായെന്ന് തോന്നുന്നു. അപ്പൊ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ആൽബി ആങ്കറിങ് നന്നായിട്ടുണ്ട്. എന്താ വിഷയം സാറേ? കേട്ടില്ല. ആരതിന്റെ ആങ്കറിങ് നന്നായിട്ടുണ്ടെന്ന് പറയാം. യെസ് ആരതി, ഇറ്റ്സ് ഗുഡ്. സാറിന് മനസ്സിലായില്ല ആളെ? നമ്മളെ ക്യാമ്പ് ഫയറിംഗ് ഉണ്ടായിരുന്നല്ലോ, ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഒരാള്, അഖില മാമിന്റെ മോള്. അവള് ഓക്കെ. വെറുതെ അല്ല, എനിക്ക് തോന്നി. ഓക്കെ. വെരി ഗുഡ് ആരതി. അതായത് നല്ല സ്മാർട്ടാണ്. ഞാൻ ആ പേര് മറന്നു കേട്ടോ, തീർച്ചയായിട്ടും. അന്ന് പേര് പഠിച്ചതാണ്, പക്ഷെ ഞാൻ ആ ആരതിയും ഈ ആരതിയും ഒക്കെ സെയിം ആണെന്ന് അറിഞ്ഞൂടല്ലോ. എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ ഇനി വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്തിയാലോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും നല്ലൊരു ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് തന്ന ഓസ്റ്റിൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you.